എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് നമുക്ക് പോവാം. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. സേമിയ നമുക്ക് എണ്ണ ഇല്ലാതെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ കളറ് മാറുന്നത് വരെ ഒരു ബ്രൗൺ കളറിന്റെ രീതിയിലോട്ട് വരും. അതുവരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ഒരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നമുക്കിത് ചൂടാറാനേ എടുത്ത് വെക്കാം. ഇനി ഉരുളി നന്നായിട്ട് കത്തിക്കുക. നല്ല ചൂടായതിനു ശേഷം നമുക്ക് നെയ്യാണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ ഉരുളി ചൂടായിട്ടുണ്ട്. ഈ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്. ഇനി ഇതിലോട്ട് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരി നല്ല രീതിയിലൊന്ന് പൊള്ളച്ച് വരും. ഇപ്പം മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം ഒരു 3 ലിറ്റർ പാലുണ്ട്. അപ്പം 3 ലിറ്റർ പാലുകൊണ്ടാണ് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരം നോക്കണം. ഒരാവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇളകുന്നത് പഞ്ചസാര നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഈ സേമിയ ഇളക്കല് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സേമിയ കട്ട പിടിക്കും. അപ്പൊ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പൊ പായസം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. സേമിയ എല്ലാം വെന്ത്. അപ്പൊ പായസം നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഓക്കെ, ബൈ ബൈ.